ഇന്ന് നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെ ഒരു ഭൂമി എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണോ അല്ലെ ചീത്തയാണോ എന്ന് എങ്ങനെയാണ് പണ്ടുള്ളവർ പരിശോധിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. പണ്ടത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചെയ്തിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ കൊണ്ടത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യത്തെ വീഡിയോ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ആ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആ പ്ലോട്ടിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു കോൽ നീളത്തില് ഒരു കോൽ വീതിയില് ഒരു കോല് താഴ്ചയില്. ഒരു കോൽ എന്ന് പറയാൻ നമ്മൾ സാറിന് എടുക്കുന്നത് 72 സെന്റിമീറ്റർ ആണ്. ആ 72 സെന്റിമീറ്റർ നീളത്തില് വീതിയില് താഴ്ചയില് ഒരു കുഴി എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ശുഭദിനത്തില് രാത്രിയിൽ ഒരു മൺകുടത്തില് നെല്ല് നിറച്ചിട്ട് ആ കുഴിയിൽ വെക്കുക. അതിന് മീതെ ഒരു ചിരാതില് നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുക. 2 നാഴിക, ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഏകദേശം 24 മിനിറ്റ് ആണ് വരുന്നത്. ഇപ്പൊ 2 നാഴിക എന്ന് പറയുമ്പോൾ ഒരു 48 മിനിറ്റ്. ആ 48 മിനിറ്റിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് തീ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല ഭൂമിയായിട്ട് വേണം കാണാൻ. അത് കെട്ടുപോകുവാണെങ്കിൽ അത് താമസത്തിന് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു രീതിയിൽ ആ പ്ലോട്ട് പരിശോധിക്കുന്ന രീതിയെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞേക്കണ പോലെ അതേ നീളത്തിൽ ഒരു കോൽ നീളത്തിൽ ഒരു കോൽ വീതിയിൽ ഒരു കോൽ താഴ്ചയിൽ കുഴി ഉണ്ടാക്കിയ ശേഷം ആ കുഴിക്കകത്ത് വെള്ളം നിറച്ചിട്ട് തുമ്പപ്പൂ ഇടുക. ആ പൂവ് പ്രദക്ഷിണമായി എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ പറമ്പ് നല്ലതാണെന്നും അത് അപ്രദക്ഷിണമാണ് അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസിലാണെങ്കിൽ അത് വാസയോഗ്യമല്ലെന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നതാണ് ആ പൂവ് കിഴക്ക് പോലുള്ള മഹാദിക്കുകളിൽ വന്നാണ് നിൽക്കുന്നതെങ്കിൽ അത് നല്ലതാണെന്നും അതല്ല വിധിക്കിലേക്കാണ് വന്നതെങ്കിൽ അത് നല്ലതല്ല എന്നും പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് വെച്ചാൽ ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ ഒരു നല്ല ദിവസം നോക്കിയിട്ട് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ പോയിട്ട് ആദ്യമേ കുഴിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുഴിക്കുമ്പോഴത്തേക്ക് നല്ല സാധനങ്ങളാണ് കിട്ടുന്നത് അല്ലെങ്കിൽ മോശ സാധനങ്ങളാണ് കിട്ടുന്നതെങ്കിൽ അതനുസരിച്ചുള്ള ഫലങ്ങളാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ പുറ്റ്, കരിക്കട്ട, അല്ലെങ്കിൽ ഭസ്മം, അല്ലെങ്കിൽ പല്ല്, അല്ലെങ്കിൽ എല്ല് അതുപോലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു അധോഭൂമിയായിട്ട് വേണം കണക്കാക്കാൻ തുടങ്ങുന്നത്. ഈ രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഒരു പ്ലോട്ട് പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ് തിരഞ്ഞെടുത്തിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു സീരീസിൽ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വാസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ വേണ്ടിയാണ് ശ്രമിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെങ്കിൽ ഇതിന് താഴെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ടോപ്പിക്കുകളെ പറ്റിയും കമന്റിൽ രേഖപ്പെടുത്തുക. ഇനിയുള്ള വീഡിയോകൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്ത് ഇതേപോലത്തെ ഒത്തിരി വീഡിയോസും ഫ്ലോർ പ്ലാനുകളെ പറ്റിയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ എങ്ങനെയാണ് ഒരു സൈറ്റ് ചെല്ലുമ്പോഴത്തേക്കും മുതൽ ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത് വരെയുള്ളത് പഠിപ്പിക്കുന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിൽ. അപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മെത്തേഡാണ് വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത വെബിനാറിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്